ആ വാശിക്ക് നാട് വിട്ട് അധോലോക നായകനാവാൻ ബോംബെയിൽ ചെന്ന് ഞാൻ ഇനി ഇന്ത്യയിലേക്കില്ല എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ കുട്ടൻ. മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ മാതൃഭൂമി ലോക്കൽ എഡിഷനിൽ പരസ്യം ചെയ്തതിന്റെ പിറ്റേ ദിവസം കുട്ടൻ നാട്ടിലെത്തി. അമ്മേ, എന്താടാ ഇങ്ങോട്ട് വന്നേ. ഒരു ട്വിസ്റ്റ് ആയാലോ? ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്നും ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക്, പിന്നീട് മാൽഡീവ്സ്, ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരുപ്പുകാരൻ, ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക്. എന്തോ പ്രശ്നമുണ്ട്, നീ വണ്ടി തിരിക്കേ. കൊച്ചു രക്ഷകനായിട്ടായിരുന്നു രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല. ഹാഫിസ് അലി ഇബ്രാഹിം പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. കൂടെ നിൽക്കുന്നോ എന്ന വലിയ മനുഷ്യൻ അന്നെന്നോട് ചോദിച്ചു. പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം. മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം. ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാണുള്ളത്? മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗങ്ങളെ ഞങ്ങൾ 3 പേരും. ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ. ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക്. പറ്റാതാകണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ. കൊല്ലം കുറെയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ 3 പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വിളങ്ങ് തടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും. മതിയടാ, വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ 3 മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ, ഈ നിമിഷം. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ. കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ ആ ബന്ധം. മെക്ക ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് ഒരു കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പിറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. എന്താ എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാർ നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ 4 കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു. അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. பல வருஷங்களுக்கு முன்னாடியே அவர் பிள்ளைங்களை பத்தி அவருக்கு தெரிஞ்சிருக்கு. அதனால தான்
அவர் கஷ்டப்பட்டு சம்பாதிச்ச சொத்தை அவங்க பேருக்கு அவர் எழுதி வைக்கல. ആഫീസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവന്റെ കല്യാണം ഉടനെ നടത്താം. അതാകുമ്പോ ഈ ചീത്തപ്പേരൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. ഞാൻ പറയാം, ഇവരെന്തായാലും ജോലിയായില്ലേ, ആദ്യം ഇവന്റെ കല്യാണം നടത്താം. അത് കഴിഞ്ഞിട്ട് അവനെ കെട്ടിച്ചാൽ മതി. അവൻ കൊച്ചല്ലേ, അവൻ ജീവിതമൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ മതി സാഹചര്യം, അങ്ങനെ ചെയ്താൽ മതി. അതുകൊള്ളു. നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. നാട്ടുകാരൊക്കെ അങ്ങനെ പലതും പറയും. നിനക്ക് നല്ലൊരു ബന്ധം അച്ഛൻ കൊണ്ടുവരും കേട്ടോ. നീ അവൻ കുറച്ച് കാറ്റ് പോട്ടെ, നമുക്ക് പോവാം.